Anwer ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് +1 മാത്തമാറ്റിക്സിലെ സെറ്റ്സിന്റെ തുടർച്ചയായി വരുന്ന രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് we are discussing about different types of sets. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വാട്ട് ഈസ് എ സെറ്റ്. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കളക്ഷൻ അല്ലെങ്കിൽ സെറ്റ്സ് എന്ന് പറയുന്നത് കളക്ഷൻ ആണ്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇപ്പോൾ സ്റ്റാമ്പിന്റെ കളക്ഷൻ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസുകളാണ് നമ്മൾ എന്ത് ആയിട്ട് പറയാറുള്ളത്, സെറ്റ്സ് ആയിട്ട് പറയാറുള്ളത്. ഇപ്പോൾ ഒരു ബുക്കിലെ അല്ലെങ്കിൽ ഒരു ബുക്കിലെ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സെറ്റാണ്. അപ്പോൾ നമ്മൾ എന്താണ് സെറ്റ്, അതിന്റെ റെപ്രസെന്റേഷൻ എന്താണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് വാട്ട് ഈസ് എ സെറ്റ്, ഹൗ ഇറ്റ് റെപ്രസെന്റ്, എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക, അതേപോലെ തന്നെ റോസ്റ്റർ ഫോം, അതേപോലെ തന്നെ സെറ്റ് ബിൽഡർ ഫോം, ഈ തുടങ്ങിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനിയും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും അതിൻ്റെ കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ്, അതിൽ ഫസ്റ്റ് പറയുന്നത് എംപ്റ്റി സെറ്റ് ആണ്, അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയും. രണ്ടാമതായിട്ട് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഇങ്ങനെ 3 ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് സെറ്റ്സിനെ കുറിച്ചാണ് നമ്മളത്തെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ്. സെറ്റ്സുകൾ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതൊക്കെ ഇതുള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സെറ്റ്സിൽ നമ്മൾ ഇന്ന് പറയുന്നത് 3 ടൈപ്സ് ആണ്. ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ഫൈനൈറ്റ്, അടുത്ത് പറയുന്നത് ഇൻഫൈനൈറ്റ്. ഓക്കെ, ഈ 3 ടൈപ്പ് സെറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വാട്ട് ഈസ് എംപ്റ്റി സെറ്റ്. അപ്പോൾ നമ്മൾ നോക്കാം, ജസ്റ്റ് ഞാൻ പറഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ എക്സാമ്പിളിലേക്ക് പോകാം. ആദ്യം നമുക്ക് എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ, എംപ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത സെറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ എഴുതുന്നു എ സെറ്റ്. എ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. ഈ സെറ്റിലുള്ള എലമെന്റ്സ് എക്സ് എന്ന് പറയുന്നത്, എക്സ് ഈസ് സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് 11. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് എന്ന് പറയുന്ന എക്സ് ഈസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ എ സ്റ്റുഡന്റ് ഫ്രം ക്ലാസ് 11. ക്ലാസ് 11ലെ കുട്ടികളാണ് എക്സ് എന്ന് പറയുന്ന സെറ്റ്. അതായത് 11ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികളാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും സെറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റാണ്. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുക്കുകയാണ്. ബി ഇസ് എ സെറ്റ് എക്സ് സച്ച് ദാറ്റ്, എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് സ്റ്റുഡന്റ് ഫ്രം ബോത്ത് 10 ആൻഡ് 11. 10th നിന്നും 11th നിന്നും വരുന്ന എക്സിസ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് സ്റ്റുഡന്റ് ഫ്രം ബോത്ത് 10 ആൻഡ് 11. അപ്പൊ നമ്മൾ നോക്കുക, അങ്ങനെ 2 ക്ലാസ്സിൽ നിന്ന്, അതായത് 10ൽ നിന്നും 11ൽ നിന്നും വരുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ഉണ്ടാകുമോ? ഓക്കെ, അപ്പോൾ 2ലും വരുന്ന ഒരു കുട്ടി ഒരു കാരണവശാലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സെറ്റ് നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ 10ലും 11ലും പഠിക്കുന്ന, 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവില്ല. സോ ആ സെറ്റിനെ നമ്മൾ പറയുന്ന, അതിൽ എലമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എഴുതുന്നു ഫൈ, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് പറയും. എംപ്റ്റി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അടയാളപ്പെടുത്ത ഫൈ എന്നുള്ളതാണ്. ഓക്കെ, എംപ്റ്റി അല്ലെങ്കിൽ ഫൈ എന്ന് പറയും.
ഓക്കെ, അപ്പോൾ എന്താണ് എം ടി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു എലമെന്റ്സും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു എലമെന്റും ഉണ്ടാകില്ല എന്നുള്ളതാണ് എം ടി സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എം ടി സെറ്റ് നമുക്ക് എഴുതണമെങ്കിൽ എം ടി സെറ്റ് നമ്മൾ പറയുമ്പോൾ അത് സെറ്റ് ബിൽഡർ ഫോമിലാണ് ഉണ്ടാവുക. റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ അതിന് ജസ്റ്റ് ഒരു എലമെന്റ് ഇല്ല, എ ഇസ് ഈക്വൽ ടു റോസ്റ്റർ ഫോം ഇങ്ങനെ അല്ലെങ്കിൽ 5 എന്ന് എഴുതും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ് എം ടി സെറ്റ് എന്ന് പറയും. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എലമെന്റും there is no such a elements like that. ഓക്കെ, അങ്ങനെയുള്ള ഒരു എലമെന്റും അതിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എം ടി സെറ്റ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ എം ടി സെറ്റിൽ തന്നെ വീണ്ടും ഒന്ന് പരിചയപ്പെടാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, എ ഈസ് ഈക്വൽ ടു ഒരു സെറ്റ്. ഈ സെറ്റ് എന്ന് പറയുന്നത് അതിലെ എലമെന്റ്സ് എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആണ്. ഓക്കെ ആണോ? അതായത് 1ന്റെയും 2ന്റെയും ഇടയിലുള്ള ഒരു സംഖ്യയാണ് എക്സ്. എക്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബിറ്റ്വീൻ 1 and 2. Then a natural number, അല്ലെങ്കിൽ നമ്മൾ പറയും എ ഇൻറ്റിജർ. ഓക്കെ, അതായത് 1നും 2നും ഇടയിൽ വരുന്ന ഒരു ഇൻറ്റിജർ ആണ് എ എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ നമുക്ക് മനസ്സിലാവും 1നും 2നും ഇടയിൽ ഒരു ഇൻറ്റിജറും ഇല്ല. ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്നാണ് അർത്ഥം. 1, 2, 3, 4 തുടങ്ങിയ സംഖ്യകളില്ല. So we can say that A is an empty set. So we can say that A is an empty set. അപ്പോൾ empty set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a set does not have any elements, okay, is called empty set. അതായത് empty set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a set does not contain any element. Okay, a set does not contain any element is called empty set. അതായത് ഒരു സെറ്റില് ഒരു എലമെന്റും ഇല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയാ എന്ത് എം ടി സെറ്റ് എന്ന് പറയാ. അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും നൾ സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും വോയിഡ് സെറ്റ് എന്നൊക്കെ പറയും. ഇപ്പോൾ വോയിഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എം ടി സെറ്റ് എന്ന് പറഞ്ഞാലും എന്താർത്ഥം? അതിൽ അങ്ങനെയുള്ള എലമെന്റ്സ് ഒന്നും അതിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യല് ഇറ്റ് ഡിനോട്ട്സ്, ഒന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു ചിഹ്നം മാത്രം ഇട്ട് കഴിഞ്ഞാൽ empty set of 5. ഓക്കെ, ഡിനോട്ട് ചെയ്യുക, ആ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ 2 രൂപത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. വാട്ട് ഈസ് empty set? empty set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a set does not contain any elements is called empty set. അപ്പോൾ നമ്മൾ ഇപ്പൊ empty set എന്താന്ന് പറഞ്ഞു. empty set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ നമുക്ക് ഒരു സംഖ്യയും കിട്ടൂല എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് ആ സെറ്റ് ബിൽഡർ ഫോമിനെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് ഒരു സംഖ്യയും അതിന്റെ ഉള്ളിൽ വന്നിട്ടില്ലെങ്കിൽ അത് എന്ത് സെറ്റ് ആയിരിക്കും? എം ടി സെറ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അതിന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കാം. ബി എന്ന് പറയുന്നത് ബി is a set x such that x square minus 2 is equal to 0 and x is a rational. നമുക്കറിയാം x square minus 2 എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ x square is equal to 2 എന്നാണ്. അപ്പൊ x square 2 എന്ന് പറയണമെങ്കിൽ x എന്ന് പറയുന്നത് റാഷണൽ അല്ല. ഓക്കെ, നമുക്കൊരു ഉദാഹരണം പറയാം. x square 2 കിട്ടണമെങ്കിൽ x എന്ന് പറയുന്നത് എന്തായിരിക്കും? √2 ആയിരിക്കും. നമുക്ക് √2 എന്ന് പറയുന്നത് നോട്ട് എ റാഷണൽ, ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. So we can say that അപ്പോൾ x is not rational. അതായത് ഈ xന് x is equal to √2 ആയതുകൊണ്ട് അല്ലെങ്കിൽ x square equal to 2 വരുന്ന ഒരു റാഷണൽ നമുക്ക് കിട്ടൂല. നമുക്ക് √2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്, അല്ലെങ്കിൽ അഭിന്നക സംഖ്യയാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള x എന്ന് പറയുന്നത് എന്താണ്?
ഭിന്നസംഖ്യയാണെന്നുള്ളത്. സോ നമുക്ക് അങ്ങനെ ഒരു എലമെന്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ പറയും the set B is an empty set എന്ന് എഴുതും. കാരണം എന്താ, നമുക്ക് ഒരിക്കലും x² = 2 ആകുന്ന ഒരു റാഷണൽ നമ്പർ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഇതെന്താണ്, ഒരു എംപ്റ്റി സെറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കാം. സി സെറ്റ് എന്ന് പറയുന്നത് x is an even prime number. ഈവൻ ആയിട്ടുള്ള ഒരു പ്രൈം നമ്പർ ആണ് rather than 2. 2 അല്ലാത്ത ഒരു പ്രൈം നമ്പർ കണ്ടുപിടിക്കാനാണ് അല്ലെങ്കിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ സെറ്റ് ആണ് പറയുന്നത്. നമുക്കറിയാം പ്രൈം നമ്പർ എന്ന് പറയുന്നിടത്ത് നമുക്ക് എപ്പോഴും അറിയാം 2 3 5 7 എക്സെട്ര എന്ന് പറയുന്നിടത്ത് ഒരു കാരണവശാലും ഒരു ഈവൻ നമ്പർ വരില്ല. കാരണം ഈവൻ നമ്പർ വരികയാണെങ്കിൽ അവിടെ അതിന്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എപ്പോഴും 3 ആവും, മോർ ദാൻ 2 ആവും. മോർ ദാൻ 2 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് എന്താവില്ല, ഒരു പ്രൈം നമ്പർ ആവില്ല അല്ലെങ്കിൽ ഒരു അഭാജ്യ സംഖ്യ ആവില്ല. സോ നമുക്ക് ഇവിടെ rather than 2 എന്ന് പറയുന്നത് 2 അല്ലാത്ത ഈവൻ നമ്പർ എന്നാ പറഞ്ഞു, അതും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ വി ക്യാൻ സെറ്റ് ദാറ്റ് ദ സെറ്റ് C is an empty set. കാരണം എന്താ, there exists no elements in this set, no elements are there, so we can say that the set C is an empty set. Next പറയുന്ന D ആണ്. D എന്ന് പറയുന്ന സെറ്റ് എന്താ, x such that x is equal to 4, that is x is odd. ഒരു കാരണവശാലും x² = 4 ആണെങ്കിൽ x is equal to 2 അല്ലെങ്കിൽ -2 ആയിരിക്കും. 2ന്റെയും -2ന്റെയും സ്ക്വയർ ആണ് ശരിക്കും 4 എന്ന് പറയുന്നത്. സോ x is odd എന്ന് പറഞ്ഞാൽ x odd ആണ്, x odd നമ്പർ ആണ് വരുന്നത് അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഒരു കാരണവശാലും x എന്താവില്ല, odd ആവില്ല അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആവില്ല. സോ വി ക്യാൻ സേ ദാറ്റ് the set D is an empty set. അപ്പോൾ എംപ്റ്റി സെറ്റ് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായി. എന്താ എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു സെറ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ആ സെറ്റിന്റെ ഉള്ളിൽ ഒരു നമ്പറും നമുക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് നോൺ ആസ് എംപ്റ്റി സെറ്റ്, വോയിഡ് സെറ്റ് ഓർ നൾ സെറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഫസ്റ്റത്തെ ടൈപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എംപ്റ്റി സെറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു സെറ്റിലേക്ക് പോകാം. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനിവിടെ ഒരു 4 സെറ്റ്സുകൾ തന്നിട്ടുണ്ട്. 4 സെറ്റ്സ്. ഫസ്റ്റ് എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ആണ്. അതായത് ഇവിടെ നമ്മൾ നോക്കാം 1 2 3 4 5 6 എന്ന് പറയുമ്പോൾ അതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് 5 ആണ്. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് 5 ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ നമ്പർ ഓഫ് എലമെന്റ്സ് 5 എന്ന് പറഞ്ഞാൽ NA എന്നാ പറയാം. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 5 ആണ്, NA അല്ലെ. അതായത് NA എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് എലമെന്റ്സ് ഫ്രം സെറ്റ് എ. സെറ്റ് എ എന്നുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ ആ സെറ്റത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇത് ഫൈനൈറ്റ് ആണ്. അത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഫൈനൈറ്റ് ഒരു അവസാനമുള്ള എത്ര വരെ ഉണ്ട് എന്നുള്ളതാണ് ഫൈനൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഇതിലുള്ള. അതായത് അതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് ഫൈനൈറ്റ് എന്ന് പറയാം. എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഇത് ഫൈനൈറ്റ് സെറ്റ് ആണ്, കാരണം ഇതിലെ എലമെന്റ്സ് 5 ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അടുത്ത എന്ന് പറയുന്നത് x is an vowel from English alphabet. അതായത് വവൽ ആണ് ഫ്രം ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പൊ ആ സെറ്റ് നമുക്ക് എഴുതാം b is equal to എന്താ, A E I O U എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഫൈനൈറ്റ് ആണ്. കാരണം എന്താ, ഇതിലുള്ള എലമെന്റ്സ് എത്ര ഉണ്ട് നമുക്ക് പറയാൻ പറ്റും, എണ്ണാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ A E I O U എന്ന് പറയുകയാണെങ്കിൽ അതിൽ n of b, അതായത് നമ്പർ ഓഫ് എലമെന്റ് ഇൻ സെറ്റ് b എന്നാണെങ്കിൽ അവിടെയും എന്ത് തന്നെയാണ്, 5. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഓക്കെ, അതിലെ എലമെന്റ്സിനെ കുറിച്ച് നമുക്ക് അതിന്റെ എണ്ണത്തിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. അപ്പൊ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിലുള്ള എലമെന്റ്സ് എത്ര ഉണ്ട് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്.
അടുത്ത നോക്കുക, the men living presently in different parts of world. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ കളക്ഷൻ ആണ് പറയുന്നത്. അത് ഫൈനൈറ്റ് ആവുമോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആവുമോ അല്ലെങ്കിൽ ഫൈനൈറ്റ് ആവുമോ എന്നാണ് ചോദിക്കണേ. എന്താ ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എണ്ണത്തിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ നമുക്കറിയാം ഈ പ്രസന്റ്ലി ഇൻ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രസന്റ് ആണ്. ഈ സമയത്ത് ഈ ലോകത്തിൽ കുറച്ച് ജനങ്ങളുണ്ട്, അതൊരു നമ്പറാണ്. അത് എണ്ണിക്കഴിഞ്ഞ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതെന്ത് പറയും, ഇറ്റ് ഈസ് അങ്ങനെയാണെങ്കിൽ ഇതിലെ നമ്പർ ഓഫ് സി എന്ന് പറയാം. കുറച്ച് സം നമ്പേഴ്സ് ആണ്, അപ്പൊ എസ് എന്ന് പറയാം. അപ്പോൾ നമ്പർ ഓഫ് സി അല്ലെങ്കിൽ സി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ സം നമ്പർ ഉണ്ടാവും, അത് ഒരു നമ്പറാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അതാണ് ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അതിലെ ഉള്ളിലെ എലമെന്റ്സ് എത്ര ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നതാണ് ഫൈനൈറ്റ് എന്ന് പറയും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്ക്. അപ്പൊ ഡി എന്ന് പറയുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഡി ഇസ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അവിടെ എന്താ പ്രശ്നം, നാച്ചുറൽ നമ്പേഴ്സ് എത്ര ഉണ്ട് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല. അത് നമുക്ക് എത്രയെന്ന് പറയാൻ പറ്റൂല. അത് പറയാൻ പറ്റത് കൊണ്ട് നമ്മൾ അതെന്തല്ല ഫൈനൈറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എത്ര സംഖ്യകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഇപ്പൊ കോടി 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 എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് ശേഷം ഒരു നമ്പർ ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടാത്തത് കൊണ്ട് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫൈനൈറ്റ്, ഫൈനൈറ്റ് അല്ലാത്തത് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് 2 ടൈപ്സ് ആണ്. 2 ടൈപ്സിൽ നമ്മൾ അടുത്ത 2 ടൈപ്സ് ആണ്. അടുത്ത ഫൈനൈറ്റും ഇൻഫൈനൈറ്റും ആണ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എണ്ണം തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇപ്പൊ ഒരു ഉദാഹരണമാണ്, ഇതിനെങ്ങനെ നമ്മൾ ഫൈനൈറ്റ് ആക്കാം, എഴുതിയാൽ മതി. ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫൈനൈറ്റ്. ഓക്കെ, 100ന് താഴെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അത് ഫൈനൈറ്റ് ആണ്. അതേപോലെ തന്നെ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആണ്. നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല എത്ര സംഖ്യകൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനൈറ്റ് സെറ്റ് എന്താണ്, അതേപോലെ ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണ്. ഇപ്പൊ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ എലമെന്റ്സ് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ അതിലെ എണ്ണങ്ങൾ നമുക്ക് അറിയില്ലെങ്കിൽ അത് നമുക്ക് തുടർന്ന് എത്ര വരെ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റാത്തതിനെ ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം സെറ്റ് എന്താന്ന് പറഞ്ഞു, സെറ്റിനെ 2 ടൈപ്സിൽ റെപ്രസെന്റ് ചെയ്യാനും പറഞ്ഞു. അപ്പൊ റോസ്റ്റർ ഫോമിൽ എഴുതിയ അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമും പറഞ്ഞു. സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാൻ നമുക്ക് സംഖ്യകൾ കിട്ടിയില്ലെങ്കിൽ അതിനെ എംപ്റ്റി സെറ്റ് എന്ന് പറയും. ഇനി അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അതിലെ എണ്ണങ്ങളെ കുറിച്ച് നമുക്ക് അതിലുള്ള എലമെന്റ്സിന്റെ എണ്ണങ്ങളെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ അത് ഫൈനൈറ്റ് ആണ്. അതിനെ എണ്ണത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂലെങ്കിൽ അത് ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഒരു പൂന്താട്ടത്തിലെ പൂക്കളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫൈനൈറ്റ്. അത് ഫൈനൈറ്റ് ആണ്, കാരണം നമുക്ക് അതിൽ എണ്ണാൻ പറ്റും എത്ര പൂക്കളുണ്ട് എന്നുള്ളത്. മനസ്സിലാണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു ഇൻഫൈനൈറ്റും ഫൈനൈറ്റും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക വാട്ട് ഈസ് ഫൈനൈറ്റ് ആൻഡ് വാട്ട് ഈസ് ഇൻഫൈനൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസ്, ഇതിന്റെ തിയററ്റിക്കൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഫൈനൈറ്റും ഇൻഫൈനൈറ്റ് സെറ്റ് എന്താന്നുള്ള. അപ്പോൾ ഡെഫിനിഷൻ നോക്കുക, ഓർത്ത് വെക്കുക, നമുക്ക് ഡെഫിനിഷൻസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഇതിൽ പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ സെറ്റ് വിച്ച് ഈസ് എംപ്റ്റി ഓർ കൺസിസ്റ്റ്. അതായത് എംപ്റ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ എംപ്റ്റി സെറ്റും എന്തുതന്നെയാണ്, ഫൈനൈറ്റ് ആണ്. അതിലൊന്നുമില്ല നമുക്ക് പറയാൻ പറ്റുന്നതാണ്, ആ ഫൈനൈറ്റ് ആണ്. ഓർ കൺസിസ്റ്റ്, അതിൽ എന്തെങ്കിലും ഉള്ളതാണ്. ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഈസ് കോൾഡ് ഫൈനൈറ്റ്. ഒരു സെറ്റിൽ നമുക്ക് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫൈനൈറ്റ് എന്ന് പറയുന്നു. അതർവൈസ് സെറ്റ് ഈസ് ഇൻഫൈനൈറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ അതെന്തല്ല, ഫൈനൈറ്റ് അല്ല, അപ്പൊ അതിനെ ഇൻഫൈനൈറ്റ് എന്ന് പറയും. ഓക്കെ, നമുക്ക് അതിന് എത്ര എലമെന്റ്സ് എന്നുള്ളത് നമുക്ക് ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതിനെ നമ്മൾ എന്ത് പറയും, എന്തായിട്ടാണ് നമ്മൾ പറയാ, ഇൻഫൈനൈറ്റ് സെറ്റ് എന്നാണ് പറയാം. അപ്പൊ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ഞാൻ എക്സാമ്പിൾ വായിക്കാം, നിങ്ങൾ ഏതാണെന്നുള്ളതെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത് ലെറ്റ് W be the set of the days of the week. ഒരു വീക്കിലെ ഡേയ്സിന്റെ സെറ്റ് ഫൈനൈറ്റ് ആവോ ഇൻഫൈനൈറ്റ് ആവോ എന്നുള്ളതാണ്. നമുക്ക് കറക്റ്റ് വേഗം മനസ്സിലാവും അത് ഫൈനൈറ്റ് ആയിരിക്കും. ഒരു വീക്കിലെ ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് നമുക്ക് ഏത് ദിവസമാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ഇറ്റ്സ് എ ഫൈനൈറ്റ്. അടുത്ത പറയുന്നത് ഞാൻ ക്വസ്റ്റ്യൻസ് താഴെ കൊടുക്കാം, നിങ്ങളത് നോക്കി എഴുതാൻ വേണമെങ്കിൽ.
let S be the set of solutions of the equation x square minus 16 is equal to 0. x square minus 16 x square നോക്കുക, x square minus 16 is equal to 0 എന്ന് പറയുന്നതിന്റെ സൊല്യൂഷൻ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം x square എന്ന് പറയുന്നത് 16 ആണ്. സോ there is only one solution. x is equal to എന്താണ്, x ഇൻറ്റിജർ ആണെങ്കിൽ എന്താ പറയാം, സെറ്റ് എന്ന് പറയുന്നത് റൂട്ട് 16 എന്ന് പറയുന്നതാണ്. അപ്പോൾ x is equal to എന്താ വരിക, -4 or +4. സോ ഇറ്റ് ഈസ് ഫൈനൈറ്റ് ആണ്, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഏതൊക്കെയാണ് എലമെന്റ്സ് എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഫൈനൈറ്റ്. നെക്സ്റ്റ് പറയുന്നത് ലെറ്റ് G be the set of points on a line. ഓക്കെ, അതായത് ഒരു ലൈനിലെ പോയിന്റ്സ് ആണ്. ഒരു ലൈനിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, എത്ര ഉണ്ട് നമുക്ക് പറയാൻ പറ്റൂല. സോ ദാറ്റ് സെറ്റ് ഈസ് ഇൻഫൈനൈറ്റ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അതേപോലെ സർക്കിളിലെ പോയിന്റ്സ് എന്താ, ഇൻഫൈനൈറ്റ് ആണ്, കാരണം അതിൽ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, സോ അതേപോലെ തന്നെ സെറ്റ് ഓഫ് ഓഡ് നമ്പർ, ഈവൻ നമ്പർ, ഇതൊക്കെ സെറ്റ് ആയിട്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അതൊന്നും എന്തല്ല, ഫൈനൈറ്റ് അല്ല, ഇറ്റ് ഈസ് ഓഡ് ഇൻഫൈനൈറ്റ്. അപ്പൊ നമുക്ക് അതിന്റെ എലമെന്റ്സിനെ കുറിച്ച് ഡെഫിനിഷൻസ് ആണ് ഓർത്ത് വെക്കേണ്ടത്. അതിലുള്ള ഇപ്പോൾ ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുള്ള ഒരു സെറ്റ് റോസ്റ്റർ ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ അതിലെ എലമെന്റ്സിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് എത്ര ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അത് എന്തായി മാറും, അതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്, ഫൈനൈറ്റ് സെറ്റ് അല്ല. ഓക്കെ, സോ അതാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫൈനൈറ്റും ഇൻഫൈനൈറ്റും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലെ കുറച്ചും കൂടി 1-2 എക്സാമ്പിൾസും കൂടിയിലേക്ക് നമുക്ക് പോകാം. അടുത്ത 1-2 എക്സാമ്പിൾസും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. 4 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി 2 എണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ തരാം, നിങ്ങൾ എഴുതിയെടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് എന്തായിരിക്കണം, ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്നർത്ഥം. ഓക്കെ, അത് നമ്മൾ സെപ്പറേറ്റ് ചിലപ്പോൾ എഴുതിക്കൊള്ളണം എന്നില്ല, ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്നാണ് അർത്ഥം. എക്സ് ബിലോങ്സ് ടു എൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു n എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ആൻഡ് x-1 into x-2 is equal to 0. ഇത് എന്ന് പറയുന്നത് നമുക്കറിയാം പോളിനോമിയൽ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ x-1 is equal to 0 ആയിരിക്കും, x-2 is equal to 0 ആയിരിക്കും, ഏതെങ്കിലും ഒന്നുണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ ആ x എന്ന് പറയുന്ന സെറ്റ് എന്താ, സെറ്റ് എന്ന് പറയുന്ന അതിന്റെ സെറ്റ് റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതുമ്പോൾ എന്താ ഉണ്ടാവുക, x is equal to 1 ഉം 2 ഉണ്ടാവുക. എങ്ങനെ വന്നാൽ നമുക്കറിയാം, കാരണം ഇതിലെ ഈ 2 ഗുണിച്ചു കഴിഞ്ഞാൽ 0 കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ x-2 is equal to 0 ആയിരിക്കണം, അല്ലെങ്കിൽ x-1 is equal to 0 ആയിരിക്കണം. ഓക്കെ ആണല്ലോ, 2 നമ്പേഴ്സ് ഗുണിച്ചു കഴിഞ്ഞാൽ 0 വരണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കണം എന്നറിയാം. അതുകൊണ്ടാണ് x-2 is equal to 0 ആണെങ്കിൽ ഇതിൽ നിന്ന് x is equal to 2 എന്ന് കിട്ടും, ഇതിൽ നിന്ന് x is equal to 1 എന്ന് കിട്ടും. സോ ഇതായിരിക്കും സെറ്റ്. സോ ഇതിൽ 1, 2 എന്ന് പറയുന്ന സെറ്റ് ആണ്, അതുകൊണ്ട് ഇത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ഫൈൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പറയുന്ന x belongs to n. x എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, ഒരിക്കലും ഒരു ഫ്രാക്ഷൻ ഒന്നും വരാൻ പാടില്ല. ആൻഡ് 2x - 1 is equal to 0. അപ്പോൾ 2x - 1 is equal to 0 എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2x is equal to എന്തായിരിക്കും, 1 ആയിരിക്കും. x is equal to എന്താ വരിക, 1/2 എന്നാ വരിക. സോ x എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു റാഷണൽ നമ്പർ ആണ് കിട്ടിയത്, ഒരു ഭിന്നസംഖ്യയാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് x എന്ന് പറയുന്നത് ഏതിൽ നിന്നാണ് കിട്ടേണ്ടത്, ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, ഒരു എണ്ണൽ സംഖ്യയാണ്. പക്ഷെ ഇവിടെ കിട്ടിയത് എന്താ, ഒരു ഫ്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് ആയിരിക്കും. ഓക്കെ, അതിന്റെ റോസ്റ്റർ ഫോം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്പറും കിട്ടൂല. അപ്പൊ 5 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഫൈനൈറ്റ്. ഓക്കെ, ഇനി അടുത്ത ഓഡ് നമ്പർ ഒക്കെയാണ്, പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ് ആണ് പറയുന്നത്. അത് എന്തായാലും എന്തായിരിക്കും, ഇൻഫൈനൈറ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. സോ ഇതാണ് അടുത്ത്. അപ്പൊ നമ്മൾ ഇതിൽ 3 ടൈപ്സ് പറഞ്ഞു. എന്താണ് എംപ്റ്റി സെറ്റ്, ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്. ഇനി അടുത്തൊരു സെറ്റും കൂടി ഉണ്ട്, ഈക്വൽ സെറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റും കൂടി ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത് എന്ന് പറയുന്നത് ഈക്വൽ സെറ്റ് ആണ്. വളരെ സിമ്പിൾ ആണ് ഈക്വൽ സെറ്റ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, തുല്യമായിട്ടുള്ളത് എന്നുള്ളതാണ്, സെയിം ആയി വരുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഞാനൊരു സെറ്റ് ഇരുന്നു, എ എന്ന് പറയുന്ന ഒരു സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റിൽ 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ഞാൻ വേറൊരു സെറ്റ് എടുത്തു, ബി എന്ന് പറയുന്ന ഒരു സെറ്റ്. ഈ ബി എന്ന് പറയുന്ന സെറ്റിൽ എന്തൊക്കെയുള്ള, 3, 5, 2, 3 4, 1. ഇതിലുള്ള അതേ നമ്പേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്, ഓർഡർ മാറ്റണ്ടെന്നുള്ളൂ. നമുക്കറിയാം സെറ്റ് എഴുതുന്ന സമയത്ത് ഓർഡറിന് ഒരു പ്രാധാന്യമില്ല.
അതിലുള്ള എലമെന്റ്സിനാണ് പ്രാധാന്യം. അപ്പോൾ ഈ 3 5 2 4 1 എന്ന് പറയുന്നതും 1 2 3 4 5 എന്ന് പറയുന്നതും സെയിം സെറ്റ് തന്നെയാണ്. ഓക്കെ, ഒരേ നമ്പേഴ്സ് ഒരേ എലമെന്റ്സ് തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ഈക്വൽ ടു ബി. അതായത് എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും എന്താണ്, ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിലെ എലമെന്റ്സ് ഒക്കെ അപ്പുറത്തും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒരു ഈക്വൽ സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാ വളരെ സിമ്പിൾ ആണ് ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും രണ്ടാമത്തെ സെറ്റില് അല്ലെങ്കിൽ വേറൊരു സെറ്റില് ഈക്വൽ ആണെങ്കിൽ, സെയിം ആയി വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഈക്വൽ സെറ്റ്. ഇതിനെ ഡെഫിനിഷൻ ആക്കി ഒന്ന് പറയാൻ പറ്റും. ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ, ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A and B are two sets. എയും ബിയും എന്താണ്, ടു സെറ്റ്സ് ആണ്. ഇഫ് എങ്ങനെയാണെങ്കിൽ ഇഫ് they have exactly same elements. Okay, A and B are two sets ആണ്. If they have exactly same element, then നമ്മൾ എന്ത് പറയും, then A is equal to B. A is an equal set of B എന്ന് പറയും. അതായത് A എന്ന് പറയുന്നത് ബിക്ക് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു സെറ്റ് ആണെന്ന് പറയും. അപ്പോൾ ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിലെ എലമെന്റ്സ് മറ്റതിലൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഈക്വൽ സെറ്റ് ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഞാൻ രണ്ട് സെറ്റ് എടുക്കുന്നത്. എ എന്ന് പറയുന്ന സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 6. എക്സ് 6ന് ലെസ് ദാൻ ആയി വരുന്ന പ്രൈം നമ്പർ ആണ്. അപ്പോൾ നമ്മൾ അതിന്റെ റോസ്റ്റർ ഫോം എഴുതുകയാണെങ്കിൽ എ സച്ച് ദാറ്റ് എ എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എന്ന് പറയുന്ന പ്രൈം നമ്പർ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 2 3 5 എന്ന് പറയുന്ന 2 3 5 are the prime factors അല്ലെങ്കിൽ prime numbers less than 6. 6ന് താഴെയുള്ള prime numbers ഇത് മൂന്നാണ്. ഇനി അടുത്ത ബി എന്ന് പറയുന്ന സെറ്റ് എന്താ, ബി ഈസ് എന്ന് പറയുന്ന എക്സ് ഈസ് എ പ്രൈം ഫാക്ടർ ഓഫ് 30. 30ന് അഭാജ്യ ഘടകങ്ങളായിട്ടുള്ള സംഖ്യകൾ, അഭാജ്യ ഘടകമായ സംഖ്യകൾ നമുക്കറിയാം. 2 അഭാജ്യ ഘടകമാണ്. അതായത് 3 5 6 ഉണ്ട് അല്ലെ. നമുക്കറിയാം അഭാജ്യ സംഖ്യ അല്ല 6, അതുകൊണ്ട് 2 3 5 എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഈ രണ്ട് സെറ്റും ഈക്വൽ ആണ്. അതായത് ഇൻ സെറ്റ് എ 2 3 5, ഓക്കെ, സെറ്റ് ബിയിലോ 2 3 5. അപ്പൊ നമുക്ക് പറയാം ഇൻ ദീസ് ടു സെറ്റ്സ് they have same exactly same elements. So we can say that A is equal to B. A is equal to B എന്ന് പറയും. സോ A is equal to B എന്ന് പറയും. ഓക്കെ, അപ്പോൾ എയും ബിയും ഈക്വൽ ആകുന്നത് എപ്പോഴാ, അതിലെ റോസ്റ്റർ ഫോം നമ്മൾക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിലുള്ള അതേ എലമെന്റ്സ് തന്നെ ആയിരിക്കും മറ്റതിലും കിട്ടുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പറയാണ് ഒരു ഇൻഫൈനൈറ്റ് ആണ് പക്ഷെ ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 2. ഓക്കെ, ദ സെറ്റ് ഓഫ് ഓൾ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയുന്നതും ദ സെറ്റ് ഓഫ് ഓൾ ഓഡ് ഈവൻ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും എക്സാക്ട്ലി സെയിം ആണ്. ബിക്കോസ് എന്താണ്, അതിലെല്ലാം 2ന്റെ മൾട്ടിപ്പിളും അതേപോലെ തന്നെ ഈവൻ നമ്പേഴ്സും ആയിട്ടുള്ള സെറ്റുകൾ രണ്ടും ഈക്വൽ ആണ്. എക്സാക്ട്ലി സെയിം നമ്പേഴ്സ് തന്നെ രണ്ട് സെറ്റിലും വരും. അതുകൊണ്ട് ഈ രണ്ട് സെറ്റുകൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് എ ഇസ് ഈക്വൽ ടു, ഇവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് 0, ബി എന്ന് പറയുന്നത് ലെസ് ദാൻ 15ഉം അതേപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 15ഉം, പിന്നെ സി എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 5 ഇസ് ഈക്വൽ ടു 0, ഡി എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. അതേപോലെ തന്നെ ഇ എന്ന് പറയുന്നത് ഈ സെറ്റ് ഇ എന്ന് പറയുന്ന എക്സ് ഈസ് ആൻ പോസിറ്റീവ് is an integral positive root of the equation x square minus 2x minus 15 is equal to 0. പോസിറ്റീവ് ഇന്റഗ്രൽ പോസിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് വാല്യൂ മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി എന്നർത്ഥം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാ സെറ്റ് എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ട, ആദ്യം ഇതിൽ ഓരോന്നും ഈക്വൽ ആയി വരുന്ന സെറ്റ് ഏതാണ്, എക്ക് ഈക്വൽ ആയി വരുന്ന സെറ്റുകൾ ഏതാണ്, ബിക്ക് ഈക്വൽ ആയി വരുന്ന സെറ്റ് ഏതാണ്, സിക്ക് ഈക്വൽ ആയി വരുന്ന സെറ്റുകൾ ഏതൊക്കെയാണ്. അപ്പോൾ ഈക്വൽ ആയിട്ട് വരുന്ന സെറ്റുകൾ പെയറാക്കി എഴുതാനാണ് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ റോസ്റ്റർ ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നതൊക്കെ സെറ്റ് ബിൽഡർ ഫോമാണ്. എ മാത്രമേ സെറ്റ് റോസ്റ്റർ ഫോമിലുള്ളൂ. അപ്പോൾ എ ഞാൻ എഴുതി സെറ്റ് 0. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന സെറ്റ് നോക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 15 അതേപോലെ തന്നെ എക്സ് ലെസ് ദാൻ 15 ആണ്. ഇൻറ്റിജർ നമുക്ക് കിട്ടില്ല. അപ്പൊ ആ സെറ്റ് എന്താണ്? 5 സെറ്റ് ആണ്. 5 ഇല്ല, അങ്ങനെ ഒരു നമ്പർ ഇല്ല. അപ്പോൾ 5 ആണ്. നെക്സ്റ്റ് പറയുന്ന സീനെ കുറിച്ചാണ്. സി എന്ന് പറയുന്ന എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 5 is equal to 0. അങ്ങനെയാണെങ്കിൽ എക്സ് is equal to എന്താ വരിക? 5 വരുള്ളൂ. അപ്പൊ സി 5 മാത്രമേ വരുള്ളൂ. ഇവിടെ ഡി എന്ന് പറയുന്നതിൽ ഏതൊക്കെ വരും? ഡി എന്ന് പറയുന്നിടത്ത് ഏതിന്റെ സ്ക്വയർ ആണ്? 25 -5 അതേപോലെ തന്നെ 5 ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഡി എന്ന് പറയുന്നത് ABCD ഇ എന്ന് പറയുന്നത് നോക്കുക. ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ കാണുമ്പോൾ നമ്മൾ സാധാരണ സൊല്യൂഷൻ സ്ക്വയർ കംപ്ലീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2ഉം അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15 വരുന്ന നമ്പർ നമുക്കറിയാം 3ഉം 5ഉം ആണ് എന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ -3ഉം 5ഉം ആയിരിക്കും വരിക. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാം. -3 അപ്പോൾ 5 നമ്മൾ മാത്രം മതി. ഈസ് ഈക്വൽ ടു 5 എന്ന് മാത്രം പോസിറ്റീവ് നമ്പർ മാത്രം മതി. ഓക്കെ, നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -15ഉം അതേപോലെ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഏതാണെന്നാ ചോദിക്കണേ. അപ്പോൾ ഏതാണ്? -3 × 5 ആണ്. -3 × 5 എന്ന് പറയുമ്പോൾ -15 എന്ന് വരും. -3 + 5 എന്ന് പറഞ്ഞാൽ 2 വരും. സോ അവിടെ നമുക്ക് മൈനസ് ഉള്ളത് നമുക്ക് ഒഴിവാക്കിയിട്ട് പ്ലസ് മാത്രം എടുത്താൽ മതി. ഇതിൽ ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ട് വരുന്ന സെറ്റുകൾ? ഇത് രണ്ടും മാത്രമാണ്. അതായത് സിയും ഇയും എന്താണ്? ഈക്വൽ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. 0 വരുന്ന ഒരു സെറ്റും ഇതിലില്ല. അപ്പൊ ഏതിനൊക്കെ ഈക്വൽ ആവില്ല? എയും ബിയും ഈക്വൽ അല്ല, എയും സിയും ഈക്വൽ അല്ല, എയും ഡിയും ഈക്വൽ അല്ല, എയും ഇയും ഈക്വൽ അല്ല. അതേപോലെ തന്നെ ബിക്ക് ഈക്വൽ ആയി വരുന്ന ഒരു സെറ്റ് ഇതിൽ കാണുന്നില്ല. പക്ഷെ സിയും ഇയും മാത്രമേ ഇതിലുള്ളൂ. ഇത് ഓൺലി വൺ ഈക്വൽ ആയിട്ട് വരുന്ന ഏതൊക്കെ? സി ഈക്വൽ ടു ഇ. ഇത് രണ്ടും മാത്രമേ ഈക്വൽ ആയി വരുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിയും ഇയും മാത്രമാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രധാനമായിട്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ്. അതിൽ 4 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് അതിൽ ഒരു എലമെന്റ് എഴുതാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എംപ്റ്റി സെറ്റ് ആയിരിക്കും. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന 5 ആണ്. നെക്സ്റ്റ് പറയുന്നത് ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും. ഒരു സെറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ എലമെന്റ്സിനെ കുറിച്ച് നമുക്ക് എക്സാക്ട്ലി അതിൽ എത്ര സംഖ്യകളുണ്ട് അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുമെങ്കിൽ അത് ഫൈനൈറ്റ് ആയിരിക്കും. അങ്ങനെ പറയാൻ പറ്റാത്തത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ആ പേരിൽ തന്നെയുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഈക്വൽ സെറ്റാണ്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു എലമെന്റും 2 സെറ്റ് വേണം. ഈ സെറ്റിലുള്ള എലമെന്റ് മറ്റേ സെറ്റിലും കൂടി ഉണ്ടെങ്കിൽ എന്ത് നമ്മൾ പറയും? അത് ഈക്വൽ സെറ്റ് ആണ് എന്ന് നമ്മൾ പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലെ എക്സസൈസ് ആണ്. 1.2 എക്സസൈസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള 1.2 എക്സസൈസ്. ഞാൻ ക്വസ്റ്റ്യൻസ് തരാം. ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വായിച്ച് നോക്കിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എഴുതി ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ എക്സാമ്പിൾ ഓഫ് ദി നൾ സെറ്റ്? താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് നൾ സെറ്റ് എന്നുള്ള. അപ്പോൾ ഓരോന്നെടുക്കാം. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓഡ് നമ്പേഴ്സ്. ഒരിക്കലും നമുക്ക് ഓഡ് നമ്പർ കൊണ്ട് നമുക്കൊരു ഈവൻ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഓഡ് നമ്പറിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഓഡ് നമ്പറിനെ കുറിച്ചാണ് ചോദിക്കണത്. ഓഡ് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. സോ അത് നൾ സെറ്റ് ആണ്. ഒരു ഓഡ് നമ്പറിനെയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല? എക്സാക്ട്ലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. സോ ദാറ്റ് ഈസ് എംപ്റ്റി സെറ്റ്. നെക്സ്റ്റ് പറയുന്ന സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടാവും. അത് ഫൈനൈറ്റ് ആണ്. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പർ. ഈവൻ പ്രൈം നമ്പർ ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഫൈനൈറ്റ്. ഓക്കെ ആണല്ലോ. ഒരു നമ്പറാണ്, ഫൈനൈറ്റ് ആണ്. അത് നൾ സെറ്റ് അല്ല. അത് അതിലുള്ള കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? നോട്ട് നൾ സെറ്റ്. ഓക്കെ,
അല്ലെങ്കിൽ empty set അല്ല. നെക്സ്റ്റ് പറയുന്ന x such that x is a natural number, x less than 5 and x greater than 5. x greater than 5 നും x-നും 5-നും 7-നും ഇടയിൽ വരുന്ന നാച്ചുറൽ നമ്പർ ആണ് ചോദിക്കുന്നത്. അത് എന്തായാലും ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ empty set. അത് ഒരു empty set അല്ല, കാരണം 6 അതിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ 6 വരുന്നത് കൊണ്ട് അതെന്തായി, ഒരു നാച്ചുറൽ നമ്പർ അതിൽ വരുന്നതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ empty set. ദാറ്റ് ഈസ് ഓക്കെ, ഒരു സെറ്റാണ്. നെക്സ്റ്റ് പറയുന്നത് y such that a point common to any two parallel lines. Parallel lines ആയി വരുന്നതിൽ കോമൺ പോയിന്റ്സ് ഉണ്ടാവില്ല, കാരണം they are never intersect. അല്ലേ, ഇപ്പം നമ്മൾ പാരലൽ ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കോമൺ പോയിന്റ് ഇല്ല. സോ അതെന്താണ്, empty set ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ empty ആയി വരുന്നത്? ഒന്നാമത്തത് empty ആണ്, അതേപോലെ തന്നെ ലാസ്റ്റത്തതും empty ആണ്. 1, 4 മാത്രമാണ് empty ആയിട്ട് വരുന്നത്, മറ്റൊന്നും empty അല്ല. അപ്പോൾ ഒന്നാമത്തെ വളരെ സിമ്പിൾ ആണ്. റീസണും കൊടുക്കട്ടോ. empty അല്ലെങ്കിൽ അതിലൊരു എലമെന്റ് നമ്മൾ എഴുതിയാൽ മതി. ഇപ്പോൾ empty അല്ല എന്ന് തെളിയിക്കാൻ ഒരു എക്സാമ്പിൾ കൊടുത്താൽ മതി. കാരണം ഒന്നാമത്തേന് എക്സാമ്പിൾ എന്ന് പറയുന്നത് 2 ആണ്. 2 ഈവൻ ആണ്, അത് പ്രൈം നമ്പറും ആണ്. രണ്ടാമത്തേല് 6 ആ സെറ്റിൽ വരുന്നുണ്ട്. സോ അതും എന്തല്ല, നൾ സെറ്റ് അല്ല. അപ്പോൾ രണ്ടാമത്തേന്. ഇനി മൂന്നാമത്തെ ആൻസർ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഫൈനൈറ്റ് ഏതാണ്, ഇൻഫൈനൈറ്റ് ഏതാണെന്ന്. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ, അത് നമുക്ക് എന്തായാലും അറിയാം. ഒരു വർഷത്തിലെ മാസങ്ങൾ ഫൈനൈറ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ 1, 2, 3 എക്സെട്ര, അത് എക്സെട്ര ഇട്ട് തന്നെ തന്നാൽ മനസ്സിലാവും അതെന്താണ്, ഇൻഫൈനൈറ്റ് ആണ് എന്ന് പറയാൻ പറ്റും. പിന്നെ അതേപോലെ 1, 2, 3 എക്സെട്ര അപ് ടു 100, അത് ഞാൻ പറഞ്ഞതാണ്, അത് ഫൈനൈറ്റ് ആണ്. പിന്നെ അതേപോലെ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100, 100-നേക്കാൾ കൂടുതലായി വരുന്ന പോസിറ്റീവ് ഇൻഡിജർ, അതെന്തായാലും എന്താണ്, 100-നേക്കാൾ കൂടുതലുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ് ആണ്. നമുക്ക് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ദ സെറ്റ് ഓഫ് പ്രൈം നമ്പർ ലെസ് ദാൻ 99 താഴെ വരുന്ന അഭാജ്യ സംഖ്യകൾ, അതും എന്തുതന്നെയാണ്, നമുക്ക് എത്ര ഉണ്ടാകും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇറ്റ് ഈസ് ഫൈനൈറ്റ്. അപ്പോൾ ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് ഫൈനൈറ്റ് ആയി വന്നത്? ഫൈനൈറ്റ് ആയി വന്നത് ഒന്നാമത്തത് ഫൈനൈറ്റ് ആണ്, അതേപോലെ തന്നെ മൂന്നാമത്തെ ഫൈനൈറ്റ് ആണ്, അതേപോലെ തന്നെ അഞ്ചാമത്തതും ഫൈനൈറ്റ് ആണ്. ബാക്കി രണ്ടും ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഈസ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. താഴെ പറയുന്ന അതേപോലെ തന്നെ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. അത് ഞാൻ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദി എക്സ് ആക്സിസ്, എക്സ് ആക്സിന് പാരലൽ ആയി വരുന്ന ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് നമുക്കറിയാം, വരച്ച് നോക്കുക. എക്സ് ആക്സിസ് ഇതാണ്, ഇതിന് വരുന്ന സെറ്റ് ഓഫ് ലൈൻസ് ഒരുപാട് വരുന്നുണ്ട്. എത്ര വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. നെക്സ്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പറയുന്നതാണ് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതും എന്തുതന്നെയാണ്, ഫൈനൈറ്റ് ആണ്, പ്രശ്നമല്ല. ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5, 5-ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് അത് ഇൻഫൈനൈറ്റ് ആണ്, കാരണം എത്ര വരെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരുപാട് മൾട്ടിപ്പിൾസ് ഓഫ് 5 നമുക്ക് കിട്ടും. സോ ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. നെക്സ്റ്റ് പറയുന്നത് സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ ദി എർത്ത്. മൃഗങ്ങളെ കുറിച്ച് എത്ര, അത് നമുക്ക് ഫൈനൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, എത്രയാണെന്നുള്ള. അപ്പോൾ അത് ഫൈനൈറ്റ് സെറ്റ് ആണ്. ദ സെറ്റ് ഓഫ് സർക്കിൾ ഇസ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ 0, 0. അപ്പോൾ നമ്മളിങ്ങനെ ഒറിജിൻ ഇതാണെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാടാണ്, അതും എന്തുതന്നെയാണ്, ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈക്വൽ ടു ബി ഓർ നോട്ട്. എയും ബിയും ഈക്വൽ ആണെന്ന് ചോദിക്കണം. അപ്പോൾ ഒരു സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതും വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഏതൊക്കെ ഈക്വൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് അതൊന്ന് എഴുതിയെടുക്കാം. പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കത് അത് ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനത് ക്വസ്റ്റ്യൻസ് താഴെ തരാം. ഇപ്പോൾ എയും ബിയും ഈക്വൽ ആണ് ഒന്നാമത്തേൽ, കാരണം എയും ബിയും സിയും ഡിയും അതിലുണ്ട്, അതേപോലെ മറ്റേതിലും എ ബിയും സി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ഈക്വൽ ആണ്. രണ്ടാമത്തെ 4, 8, 12, 16, മറ്റേത് 8, 4, 16, 18. പക്ഷെ അതിൽ 12 മിസ്സാണ്. അപ്പോൾ അത് രണ്ടും എയും ബിയും എന്തല്ല, ഈക്വൽ അല്ല, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ എന്ന് എഴുതാം. അതേപോലെ തന്നെ എ എന്ന് പറയുന്നത് മൂന്നാമത്തെ 2, 4, 6, 8, 10. മറ്റേതിലോ എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻഡിജർ
ആൻഡ് എക്സ് ലെസ് ദാൻ 0. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ടുള്ള 1 അതിലില്ല, 3 അതിലില്ല. അപ്പോൾ അത് രണ്ടും എന്തല്ല, ഈക്വൽ അല്ല. നെക്സ്റ്റ് പറയുന്ന എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. മൾട്ടിപ്പിൾ ഓഫ് 10 എന്ന് പറയുന്നതാണ്. മൾട്ടിപ്പിൾ ഓഫ് 10 എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പക്ഷെ ബി എന്ന് പറയുന്നത് 10, 15, 20, 25, 30 എന്നുള്ളത്. പക്ഷെ മൾട്ടിപ്പിൾ ഓഫ് 10ൽ 10, 20, 30 മാത്രമേ വരുള്ളൂ. മറ്റേ 15ഉം ഒന്നും ഏതിൽ വരില്ല, എയിൽ വരില്ല. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ. സിമ്പിൾ ആണ്. പിന്നെ ആർ ദി ഫോളോയിങ് പെയർസ് ആർ സെറ്റ് ഈക്വൽ, ഗീവ് റീസൺ. അത് ഈക്വൽ ആണോ എന്നാണ് ചോദിക്കണേ. അത് നമുക്ക് നോക്കാം. പിന്നെ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഫ്രം ദി സെറ്റ്സ് ഗിവൺ ബിലോ സെറ്റ്സ് ആർ ഈക്വൽ, സെലക്ട് ദ സെറ്റ്സ് ഈക്വൽ. ഈക്വൽ ആയിട്ടുള്ള സെറ്റ്സ് നമ്മൾ അതിന് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ എക്സസൈസ് ആയിട്ട് തരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ്. ദർ ആർ 4 types of sets. One is empty set, finite set, infinite set, equal set. സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഓക്കെ, നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.